മേമലക്കാരൻ ബൈജുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹൈറേഞ്ചിൻ്റെ മനോഹരമായിട്ടുള്ള നമ്മുടെ ടൈഫോഡ് എസ്റ്റേറ്റിൻ്റെ ഉപ്പുവോളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അറിയോ, സൺസെറ്റ്, അതായത് സൂര്യൻ അസ്തമിക്കായിട്ടുള്ള ഒരു പ്രകൃതി കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രകൃതി രമണീയമായിട്ടുള്ള മലകൾക്കിടയിൽ അതിസുന്ദരമായിട്ടുള്ള സൺസെറ്റിൻ്റെ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, മനസ്സിലായോ? ഇപ്പം ഞങ്ങൾ വന്നെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ പ്രിയ സുഹൃത്തും കവിലൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ സൂര്യൻ അസ്തമിക്കുന്ന ഈ കാണണമെങ്കിൽ എവിടെ പോകണം? കന്യാകുമാരി. സ്വന്തം നാട്ടിൽ തന്നെ ഈ സംഭവം ഉണ്ട്. കാണാതിലേക്ക് മണമില്ലെന്ന് പറയും ചില പഴഞ്ചൊല്ലുണ്ട് അല്ലേ. നമ്മുടെ പ്രദേശത്തിന്റെ പ്രാധാന്യം പുറത്ത് ഏകദേശം ഒരു മണിക്കൂറായി ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം എന്താ പറയുക, നമ്മൾ വന്നതിൻ്റെ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാം കൃത്യം മനസ്സിലാകണം. ഏകദേശം സൂര്യൻ്റെ അസ്തമിക്കുന്നതിൻ്റെ ഒരു തുടക്കമായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ എന്ത് സുന്ദരമായിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ പ്രകാശം നിറഞ്ഞായിട്ടുള്ള കാഴ്ചകൾ. സ്വന്തമായ കൊക്കയാണിത്. നമ്മളിതൊക്കെ ഹോളിവുഡ് സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത്, പക്ഷെ നേരിൽ കാണണമെങ്കിൽ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ വരുമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സൺലൈറ്റ് നമ്മളെന്നല്ല, ഈ കാണാൻ വരുന്ന ഏത് വ്യക്തിക്കും മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ ഡിസ്റ്റർബ് ഇല്ലാതെ പോകാൻ പറ്റും. പിന്നെ വരുന്നവർ നമുക്ക് കിട്ടിയ ഒരു അനുഭവം, ആ ഒരു ഭാഗ്യം എന്ന് പറയുമ്പോഴല്ലോ, ചന്ദ്രനും സൂര്യനും ഒരേ നേർക്കോട്ടിലാണ് ഈ പ്രദേശത്ത് നിൽക്കുന്നത്. പ്രകൃതി നമുക്ക് നൽകിയ വരദാനം എത്ര മനോഹരമാണ്. ഇത് വേറെ അങ്ങും പോയാൽ കിട്ടത്തില്ല, നമ്മുടെ ഈ പ്രദേശത്ത് വന്നാൽ കിട്ടത്തുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ഉപ്പുവളമാണ്, മാതാമക്കുളത്തിന്റെ പോകുന്ന ആ പ്രദേശത്താണ് കേട്ടോ. ഇത് കണ്ടോ, സൂര്യന്റെ അയ്യോ പാടുന്ന ആപ്പിൾ പഴം പോലെ നിൽക്കുന്നത്, നല്ല വട്ടാകൃതിയിൽ. പക്ഷേ ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ശരി തന്നെയെന്ന് തെളിയിക്കുന്നതാണ് പ്രകൃതിയുടെ ഈ പ്രതിഭാസം. ഇതിങ്ങനെ മറിഞ്ഞു വരുമ്പോൾ ഇത് കണ്ടോ, ഏകദേശം മറിഞ്ഞ് താഴ്ന്ന് അങ്ങനെ പോവുകയാണ്. പ്രിയമുള്ളവർ, ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സൗന്ദര്യം നിറഞ്ഞായിട്ടുള്ള ഈ ഭംഗികൾ കണ്ട് ആസ്വദിക്കാൻ വരുന്ന സ്നേഹിതർക്ക് അവർക്ക് തങ്ങുവാനായിട്ട് സുലഭമായ രീതിയിൽ പുത്തൻ സംവിധാനത്തോടു കൂടി ഒരുക്കിയിരിക്കുന്ന ഒരു ടെൻറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ടെൻറ്റിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വം, പൂർണ്ണ സൗകര്യത്തോടും എല്ലാവിധ എന്നാ പറയുന്ന സഹകരണ മനോഭാവത്തോടു കൂടിയാണ് ഇവിടെ ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. ആ സ്ഥാപനത്തിന് ഉടമയാണ് ഈ വരുന്നത്. ചേട്ടായുടെ പേര് ബൈജു എന്നാണ്. ഇതിൽ കൗതുകം എന്ന് പറയട്ടെ, ചേട്ടായുടെ പേരും ബൈജു, എൻ്റെ പേരും ബൈജു. പേരുകൾ പോലെ തന്നെ സൗന്ദര്യവും സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞതാകട്ടെ ചേട്ടായുടെ ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിന്റെ നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് അവർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട്? അല്ല, നമുക്കിതിപ്പം തുടങ്ങിയിട്ട് ഒരു 2 മാസം ആകുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി തന്നെ ഉള്ള ഫെസിലിറ്റീസാണ് നമുക്കിവിടെ ഉള്ളത്. ഇപ്പം നിലവിൽ നമുക്ക് ഇവിടെ ഒരു 5 ടെൻ്റ് ഉണ്ട്, 3 പേർക്ക് വെച്ച് താമസിക്കാവുന്ന രീതിയിലുള്ള 5, അപ്പം 15 പേര്. പിന്നെ ബാത്റൂം ആയാലും നല്ല അറ്റാച്ച്ഡ്, പിന്നെ യൂറോപ്യൻ ക്ലോസ്റ്റൊക്കെ ഉള്ള ടൈല് കൊട്ടിച്ച് നല്ല 3 ബാത്റൂം. പിന്നെ അതിൻ്റെ ലൈറ്റ് സംവിധാനങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ. ഇവിടെ ഒരാൾക്ക് താമസവും ഭക്ഷണവും കൂടെ 1200 രൂപയാണ് നമ്മൾ ഒരാൾക്ക് മേടിക്കുന്നത്. വൈകുന്നേരം ആണെങ്കിൽ ചിക്കന്, ചപ്പാത്തി കറി, അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറി ഒന്ന്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, മറ്റു കാര്യങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത് കേട്ടോ. അപ്പം വരുന്നവർക്കൊക്കെ ആശയക്കുഴപ്പമൊന്നും വേണ്ട. അവർക്ക് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ, ഇപ്പം ഭക്ഷണം വാങ്ങണമെങ്കിൽ ഇച്ചിരി ദൂരത്തോട്ട് പോകണം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നതായിരിക്കും. ഭക്ഷണം ഉൾപ്പെടെയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത് നമ്മൾ അവർ ചോദിക്കുന്ന പോലെ അവരുടെ രീതി അനുസരിച്ച് അതും. പിന്നെ ചായയോ കാപ്പിയോ വെള്ളമോ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പെടും. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ. അപ്പം അതിനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ട്രക്കിംഗ് ആണെങ്കിൽ അതിനുള്ള ഏർപ്പാട് ചെയ്യും. പിന്നെ സൈറ്റ് വ്യൂയിങ്ങിനുള്ള നമ്മൾ അതിന് പിന്നെ ഗൈഡ് വേണമെങ്കിൽ അതിൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങൾ, അത് സഹായങ്ങൾ, ഏത് രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ കൃത്യം ഇതൊക്കെ ചേർന്നല്ലേ, എല്ലാം ചേർന്നാണ് ഒരു പാക്കേജ് പോലെയാണ് ഞാൻ ഈ പറഞ്ഞ ചെയ്യുന്നത്. 1200 രൂപ അല്ലേ ഒരാൾക്ക്.
ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ അതൊക്കെ ട്രക്കിംഗ് ഒക്കെ എക്സ്ട്രാ ചെലവല്ലേ? ഇല്ല, നമ്മള് ഈ ആവശ്യമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് 1200 രൂപയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഈ ക്യാമ്പ് ഫയർ ഇതുൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ചേർന്ന് കണ്ടോ. അത് എവിടെ കിട്ടും? ഇല്ലെങ്കിൽ നമ്മളിപ്പം ഇനി ആധുനിക സംവിധാനങ്ങൾ തേടി പോകുമ്പോൾ ഇങ്ങനത്തെ ഉള്ള സംവിധാനം ഇല്ല. എന്നാലും എളിമയ്ക്കേറ്റ കാര്യങ്ങളൊക്കെയാണ്. കാരണം സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് ഒത്ത രീതിയിലാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത് അല്ലെ? അത് വലിയവൻ ചെറിയവനൊന്നും കാഴ്ചപ്പാടൊന്നുമില്ലല്ലോ. ഓക്കെ, ടാറ്റയുടെ ആ സന്മനസ്സും പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറകൾക്ക് ചേട്ടായി ഒരു മാതൃകയായിരിക്കുക. കാരണം എന്താ പറയുക, ഇത്രമാത്രം ഈ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ അതിനുള്ള ഒരുക്കങ്ങളും സംവിധാനങ്ങളും ഒരുക്കി തന്നതില്ലേ, അത് ഇപ്പോഴൊക്കെ നമ്മൾ അടിച്ചുപൊളിയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അടിപൊളി, നമ്മുടെ ബുൾസ് എന്ന് പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് ഇത്ര പേർക്ക് ഇപ്പൊ തങ്ങാവില്ല. നമുക്ക് ഒരു ടെന്റിൽ ഇപ്പം നിലവിൽ 3 പേർക്ക് വേണമെങ്കിൽ തങ്ങാവുന്ന രീതിയിലുള്ള ടെന്റാണ് നമുക്ക് ഒരു ടെന്റ്. ശരി, അതില് അങ്ങനെ നമുക്ക് ഇപ്പൊ നിലവിൽ 5 ഉണ്ട്. 5 ഉണ്ടല്ലേ? ഇതിപ്പം മറ്റേ നമുക്ക് ഇങ്ങനെ നിലത്ത് വെച്ചിട്ടുള്ള സൗകര്യങ്ങൾ, മറ്റേ ഒരു അസൗകര്യങ്ങളോ മറ്റ് ഇഴജന്തുക്കളുടെ ശല്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ പൊക്കി വെച്ചിരിക്കുന്നത് അല്ലേ? ഒരു 1.5 അടി പൊക്കി ഫ്രെയിമൊക്കെ വെച്ച് അതിനുള്ളിലാണ് നമ്മളിത് സംവിധാനം. ഇത് വെട്ടമുള്ള ഭാഗം ഏതാ? അപ്പം അതിന്റെ അകത്തൊന്ന് കയറാനുള്ള സംവിധാനം ഉണ്ടോ? ജസ്റ്റ് അതിനെ തന്നെ കയറാം അല്ലേ? നമ്മൾ ഈ ടെന്റ് എന്ന് പറയുമ്പോൾ പരമാവധി ഈ എപ്പോഴും ഇതിന്റെ അകത്ത് വെട്ടവോ അങ്ങനെ അതില്ല, അത് സ്വാഭാവികമായിട്ടും ഉള്ളതല്ലേ. ഒരു പ്രൈവസിക്ക് വേണ്ടി അവരുടേതായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ എല്ലായിടത്തും അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഇത് അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഇതിപ്പോ വെച്ചുകൊണ്ട് രാത്രി ആകുമ്പോൾ ചുറ്റും നല്ല വെട്ടമായിരിക്കും അല്ലേ ഈ ലൈറ്റിന്റെ ഇതൊക്കെ. പക്ഷെ അകത്ത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളാണ്. ഒക്കെ ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിലുള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ ടെന്റ് ഇവിടെ ഇപ്പം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞത് നമുക്കൊരു ടെന്റിനകത്ത് ഏകദേശം ഒരു 3 പേർക്ക് തങ്ങാമെന്ന് പറയുന്നത്. എങ്ങനെ പോലെ ഒരു 15 പേർക്ക് അത്യാവശ്യം ഈ ഇവിടെ തങ്ങുവാനും അവർക്ക് എല്ലാവിധപ്പെട്ടുള്ള സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഇവിടെ ഉണ്ട്. അപ്പം അത് വിശദകരമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഓണറായിരിക്കുന്ന ചേട്ടായി പറഞ്ഞല്ലോ. അപ്പോൾ അത് പ്രേക്ഷകർ കൃത്യമായി മനസ്സിലാക്കുക. വരുന്നവർക്ക് അതിനായിട്ടുള്ള എല്ലാ സംവിധാനം ഒരുക്കി കൊടുക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോയിൽ അതിൻ്റെ നമ്പരും കോൺടാക്റ്റും ലൊക്കേഷനൊക്കെ ഇതിൻ്റെ വീഡിയോ നമ്മൾ സൂചിപ്പിക്കുന്നതായിരിക്കും.